ഹായ്, എല്ലാവർക്കും നമസ്കാരം. മൈൽ സ്റ്റോൺസ് ഓഫ് അവർ ലൈഫ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IELTS റീഡിംഗ് മൊഡ്യൂളിലെ യെസ് നോ നോട്ട് ഗിവൺ ക്വസ്റ്റ്യൻ ടൈപ്പിന്റെ ഒരു പ്രാക്ടീസ് ടെസ്റ്റ് ആണ്. എൻ്റെ ടിപ്സ് ആൻഡ് ടെക്നിക്സ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവർ കാണുക. അതിനുശേഷം ഈ പ്രാക്ടീസ് ടെസ്റ്റ് എന്നോടൊപ്പം ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എൻ്റെ തൊട്ട് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ യെസ് നോ നോട്ട് ഗിവൺ ക്വസ്റ്റ്യൻ്റെ സിംപ്ലിഫൈഡ് വേർഷൻ ആയിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അത് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഈ വീഡിയോ വാച്ച് ചെയ്യുക. അത് എക്സ്ട്രീംലി സിംപ്ലിഫൈ ചെയ്തിട്ട് എന്താണ് ബേസിക് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രാക്ടീസ് ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അതിനു മുന്നേ തന്നെ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ടെക്നിക്സ് ആൻഡ് ടിപ്സ് മനസ്സിലാക്കാം. നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. അതിനകത്ത് മനസ്സിരുത്തി നമ്മൾ വായിക്കുക. വി നീഡ് ടു ടേക്ക് ഇനഫ് ടൈം ടു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ്. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ദെൻ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ക്ലൂ വേർഡ് ആൻഡ് ദ ട്രാപ്പ്. ക്ലൂ വേർഡ് എന്താണ്, ട്രാപ്പ് എന്താണ് എന്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കുക. Then, after identifying this clue word and trap, we need to scan the passage for this clue word or synonyms or paraphrase. Paraphrase ഉപയോഗിച്ചോ അല്ല synonyms ഉപയോഗിച്ചോ എങ്ങനെയും ഈ ക്ലൂ വേർഡ് ഈ പാസേജിൽ അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ നമ്മൾ നോക്കുക. എന്നിട്ട് ആ ഏരിയ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we need to read the part carefully and match the meaning of the statement with the passage and then we need to decide നമ്മുടെ ആൻസർ yes ആണോ no ആണോ not given ആണോ എന്നുള്ളത്. And then we need to keep in our mind that the answers will be in the order of the passage. And then always while looking for one answer, keep in mind the next answer too. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അനാവശ്യമായിട്ട് സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പെട്ടെന്ന് കണ്ടുപിടിച്ച് പോകാൻ പറ്റത്തുള്ളൂ. പ്രാക്ടീസ് ടെസ്റ്റിലേക്ക് കടക്കാം. ഇതാണ് നമ്മളുടെ പാസേജ്, നമ്മളുടെ ക്വസ്റ്റ്യൻ ഇൻസ്ട്രക്ഷൻ ആൻഡ് ക്വസ്റ്റ്യൻസ്. Does the following statement reflect the claim of the writer in the reading passage? Yes, if the statement reflect the claim of the writer. No, if the statement contradicts the claim of the writer. Not given if it is impossible to say what the writer thinks about this. ഇതാണ് ക്വസ്റ്റ്യൻ ഇൻസ്ട്രക്ഷൻ. നിങ്ങൾക്ക് എത്ര തന്നെ അറിയാമെന്ന് വെച്ചാലും നിങ്ങൾ എക്സാമിന് ചെല്ലുമ്പോൾ ക്വസ്റ്റ്യൻ ഇൻസ്ട്രക്ഷൻ മനസ്സിരുത്തി വായിച്ചിരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വെബ്സൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ യെസ് നോ നോട്ട് ഗിവൺ എന്നുള്ള ഭാഗത്ത് നമ്മൾ പോയിട്ട് ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ ആൻസർ എഴുതിയാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. അതുകൊണ്ട് അങ്ങനെ അബദ്ധങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ നമ്മളുടെ ക്വസ്റ്റ്യൻ ഇൻസ്ട്രക്ഷൻ മനസ്സിരുത്തി വായിക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. യൂഷ്വലി നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ് യെസ് നോ നോട്ട് ഗിവണിലുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 3 ക്വസ്റ്റ്യനിന്റെയും ക്ലൂ വേർഡും ട്രാപ്പും ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം മാത്രം പാസേജിലോട്ട് പോവുക. ഇതിപ്പോ ഞാൻ പ്രാക്ടീസ് ടെസ്റ്റ് നിങ്ങൾ ഇവിടെ ചെയ്യിപ്പിക്കുന്നതായതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്രം ഫോക്കസ് ചെയ്യുന്നു. ചിൽഡ്രൻസ് ഗ്രാമാറ്റിക്കൽ കോംപ്രിഹെൻഷൻ ഇസ് ലിങ്ക്ഡ് വിത്ത് ദെയർ അവയർനെസ് ഓഫ് മ്യൂസിക്കൽ റിതം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റിലുള്ള കീവേഡ് ഐഡന്റിഫൈ ചെയ്യുക. ചിൽഡ്രൻസ് ഗ്രാമാറ്റിക്കൽ കോംപ്രിഹെൻഷൻ ഇസ് ലിങ്ക്ഡ് വിത്ത് ദെയർ അവയർനെസ് ഓഫ് മ്യൂസിക്കൽ റിതം. നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന കീവേഡ്സ് ഗ്രാമാറ്റിക്കൽ കോംപ്രിഹെൻഷൻ, അവയർനെസ് ഓഫ് മ്യൂസിക്കൽ റിതം. ഇനി നമുക്ക് നെക്സ്റ്റ് പാസേജിലോട്ട് പോയിട്ട് ഈ ഗ്രാമാറ്റിക്കൽ കോംപ്രിഹെൻഷനും അവയർനെസ്സും തമ്മിലുള്ള എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ക്വിക്ലി സ്കാൻ ചെയ്ത് നോക്കാം. Okay, a child's ability to distinguish musical rhythm is related to his or her capacity to understand grammar. According to a recent study, നമ്മളുടെ കീവേഡ്സ് ഇവിടെ ഐഡന്റിഫൈ ചെയ്തു. മ്യൂസിക്കൽ റിതവും ഗ്രാമറും ഈ ഫസ്റ്റ് സെന്റൻസിൽ തന്നെ കിടപ്പുണ്ട്. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് അവിടെ ഒന്ന് മനസ്സിരുത്തി നമ്മൾ വായിക്കുക എന്നുള്ളതാണ്. A child's ability to distinguish musical rhythm is related to his or her capacity for understanding grammar, according to a recent study. ഇനി നമ്മൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം നമ്മളുടെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ നോക്കുക. ചൈൽഡ്സ് ഗ്രാമാറ്റിക്കൽ കോംപ്രിഹെൻഷൻ ഇസ് ലിങ്ക്ഡ് വിത്ത് ദെയർ അവയർനെസ് ഓഫ് മ്യൂസിക്കൽ റിതം. പാസേജുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. രണ്ടും ഒരേ കാര്യമാണോ പറയുന്നത്, അതോ ജസ്റ്റ് കോൺട്രഡിക്ടറി ആണോ, അതോ പറഞ്ഞിട്ടില്ലയോ എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കി നോക്കുക. നിങ്ങളുടെ ആൻസർ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക എന്താണെന്നുള്ളത് ഒരു പേപ്പറിൽ നിങ്ങൾ എഴുതി വെക്കുക. ദ ആൻസർ ഇസ് യെസ്. രണ്ടുപേരും പാസേജിലും സ്റ്റേറ്റ്മെന്റിലും പറയുന്നത് സെയിം കാര്യമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മ്യൂസിക്കൽ തെറാപ്പി ഇസ് ദ ബെസ്റ്റ് വേ ടു ഹെൽപ്പ് സ്റ്റുഡൻസ് വിത്ത് ലേണിംഗ് ഡിസബിലിറ്റീസ്. ഇതിനകത്ത് നിങ്ങൾ ക്ലൂ വേർഡും ട്രാപ്പും ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്തെന്ന് കരുതുന്നു. ക്ലൂ വേർഡ്സ് മ്യൂസിക്കൽ തെറാപ്പി, ബെസ്റ്റ് വേ ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റീസ്. ഇതാണ് ഈ ക്വസ്റ്റ്യനകത്ത് വരുന്ന
കീവേഡ്സ്. ബസ്റ്റ് എന്ന് പറയുന്നതാണ് ഇതിനകത്തെ ട്രാപ്പ്. ബസ്റ്റ് ആണോ ബസ്റ്റ് അല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മനസ്സിലായി എന്ന് കരുതുന്നു. മ്യൂസിക്കൽ തെറാപ്പിയാണോ ലേണിംഗ് ഡിസബിലിറ്റിയെ ട്രീറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് മാർഗം, അതോ ബെസ്റ്റ് അല്ലയോ? നമ്മൾ ഇവിടം വരെ നേരത്തെ വായിച്ചിരുന്നു. നെക്സ്റ്റ് വായിച്ചു നോക്കുക. The study is the first of its kind to show an association between musical rhythm and the grammar. Though more research will be necessary to determine how to apply the knowledge, there is a possibility of using musical education. There is a possibility of using musical education to improve grammar skills. For example, rhythm could be taken into account when measuring grammar in children with language disorders. Keywords ഉള്ള ഭാഗം നോട്ട് ചെയ്യുക. മ്യൂസിക്കൽ എഡ്യൂക്കേഷൻ ടു ഇംപ്രൂവ് ഗ്രാമർ സ്കിൽസ് ചിൽഡ്രൻ വിത്ത് ലാംഗ്വേജ് ഡിസോർഡേഴ്സ്, അതാണ് ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭാഗം ഒന്നുകൂടി മനസ്സിരുത്തി വായിച്ചു നോക്കുക. There is a possibility of using musical education to improve grammar skills. സ്റ്റേറ്റ്മെന്റുമായിട്ട് സെയിം ആണോ എന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ എന്തുകൊണ്ട് സെയിം ആകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. സെയിം ആണോ അല്ലയോ? ആൻസർ നോട്ട് ഗിവൺ ആണ്. എന്തുകൊണ്ട്? ഇവിടെ പറഞ്ഞിരിക്കുന്നു മ്യൂസിക്കൽ തെറാപ്പി ഈസ് ദ ബെസ്റ്റ് വേ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു there is a possibility of using musical education. ഇത് നോ ആകണമായിരുന്നെങ്കിൽ എങ്ങനെയാകേണ്ടിയിരുന്നു? അത് ലീസ്റ്റ് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മാർഗമാണെന്ന് പറയണമായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് there is a possibility, ഒരു ചാൻസ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ബെസ്റ്റ് അല്ല, ഏറ്റവും വേഴ്സ്റ്റ് ആണെന്ന് തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളുടെ ആൻസർ നോട്ട് ഗിവൺ. മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ട്രാപ്പാണ് ഈ ക്വസ്റ്റിനകത്ത് വില്ലനായിട്ട് നിന്നിരുന്നത്. മ്യൂസിക്കൽ തെറാപ്പി ഈസ് ദ ബെസ്റ്റ് വേ ടു ഹെൽപ്പ് സ്റ്റുഡൻസ് വിത്ത് ലേണിംഗ് ഡിസബിലിറ്റീസ്. There is a possibility of using musical education to improve grammar skills in children with language disorders. ബെസ്റ്റ് ആണോ ബെസ്റ്റ് അല്ലയോ? അതിനകത്ത് ബെസ്റ്റ് ആണ് ബെസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നോട്ട് ഗിവൺ. മനസ്സിലായി എന്ന് കരുതുന്നു. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The research could decrease the musical education levels. Keywords ഐഡന്റിഫൈ ചെയ്തോളുക. കീവേഡ്സ്, റിസർച്ച്, ഡിക്രീസ് മ്യൂസിക് എഡ്യൂക്കേഷൻ ലെവൽസ്. നമ്മൾ നേരത്തെ ഇവിടെ വരെ വായിച്ചിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പാസേജ് താഴേക്കുള്ളത് സ്കാൻ ചെയ്ത് നോക്കുക. Perhaps children who are better at detecting variations in music and timing are also better at detecting variations in speech and therefore have an advantage of learning language, she suggested. Music education has declined nationally. Music education has declined nationally. Keyword നിങ്ങൾ underline ചെയ്തോളുക. Over the last few decades, this research may help to reverse the trend. ഓക്കെ, കീവേഡ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തോളുക. നമുക്ക് ഈ ഏരിയ ഒന്നൊരു മനസ്സിരുത്തി വായിക്കണം. മ്യൂസിക് എഡ്യൂക്കേഷൻ ഹാസ് ഡിക്ലൈൻഡ് നാഷണലി ഓവർ ദ ലാസ്റ്റ് ഫ്യൂ ഡെക്കേഡ്സ്. ദിസ് റിസർച്ച് മേ ഹെൽപ് ടു റിവേഴ്സ് ദ ട്രെൻഡ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ റിസർച്ച് കുഡ് ഡിക്രീസ് ദ മ്യൂസിക് എഡ്യൂക്കേഷൻ ട്രെൻഡ് ലെവൽസ്. രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു മ്യൂസിക് എഡ്യൂക്കേഷൻ ലെവൽസ് റിസർച്ച് ഇൻഫ്ലുവൻസിൽ കുറയാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതേസമയം ഇവിടെ പറഞ്ഞു ഈ റിസർച്ച് കൊണ്ട് ഓൾറെഡി കുറഞ്ഞിരിക്കുന്ന മ്യൂസിക്കൽ എഡ്യൂക്കേഷൻ ഡിക്ലൈൻ ചെയ്തിരിക്കുകയാണ്. ആ ഡിക്ലൈനിങ് സ്റ്റാറ്റസ് ചിലപ്പം അത് ഇംപ്രൂവ് ആയി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പാസേജിൽ പറയുന്നത്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമ്മുടെ ആൻസർ നോ. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രാക്ടീസ് ടെസ്റ്റിലേക്ക് പോകാം. ഇത് കുറച്ചും കൂടെ ടഫാണ്. നമ്മുടെ സെയിം ക്വസ്റ്റ്യൻ ഇൻസ്ട്രക്ഷൻ. ഇതൊരു ലെഫേറ്റി പാർക്കിനെ കുറിച്ചുള്ള ഒരു പാസേജ് ആണ്. നമ്മളുടെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അതിനുശേഷം ഇതിനകത്തെ കീവേഡ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. കീവേഡ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം പാസേജ് കീവേഡുകൾ കണ്ടുപിടിച്ചിട്ട് ആ ഭാഗം വായിച്ചു നോക്കുക. ശേഷം കമ്പയർ ചെയ്യുക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇറ്റ് ഈസ് ദ ഇറ ഇൻ വിച്ച് ലെഫേറ്റി പാർക്ക് വാസ് ഡെവലപ്ഡ് ദാറ്റ് മേക്ക് ഇറ്റ് സ്പെഷ്യൽ. ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കുക. അതിനകത്തെ കീവേഡ് മനസ്സിലാക്കുക. ഓക്കെ, കീവേഡ് ഇറ. ഓൾറെഡി പാസേജ് ഫുള്ള് ലെഫേറ്റി പാർക്കിനെ കുറിച്ചാണ് പറയുന്നത് ഞാൻ പറഞ്ഞു. മേക്സ് ഇറ്റ് സ്പെഷ്യൽ. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ലെഫേറ്റി പാർക്ക് ഉണ്ടാക്കപ്പെട്ട ആ നൂറ്റാണ്ടാണോ ഇതിനെ സ്പെഷ്യൽ ആക്കിയത്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ അതേക്കുറിച്ച് പറഞ്ഞിട്ടില്ലയോ? അതായത് ഇറയാണോ സ്പെഷ്യൽ ആക്കിയത് അല്ലയോ? പെട്ടെന്ന് ക്വിക്ലി വായിച്ചു പോവുക.
ഇങ്ങനെയുള്ള പാസേജുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മീനിങ് തരുന്ന വാക്കുകൾ മാത്രം നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ കണ്ടുപിടിച്ച കീവേഡ് ഫോക്കസ് ചെയ്ത് മാത്രം വായിക്കുക. മുഴുവൻ വാക്കുകളും വായിച്ചു പോകരുത്. ഞാനാണ് വായിക്കുന്നതെങ്കിൽ പെട്ടെന്ന് വായിക്കത്തുള്ളൂ. FU ബ്ലോക്ക്, ഡൗൺ ടൗൺ, ഡെട്രോയിറ്റ്, ലെഫിറ്റി പാർക്ക്, എൻക്ലേവ്സ്, അങ്ങനെ ക്വിക്ലി വായിക്കുക. എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ പെട്ടെന്ന് കാണിച്ചു തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താണേലും നിങ്ങൾ വായിക്കുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് വായിച്ചോളുക. എന്തെങ്കിലും കീവേഡ് സ്ട്രൈക്ക് ചെയ്താൽ സ്റ്റോപ്പ് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക. അണ്ടർലൈൻ ചെയ്തു എന്ന് കരുതുന്നു. ഓക്കെ, കണ്ടുപിടിച്ച ഭാഗം unlike almost all of them. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു a few blocks east of downtown Detroit sits Lafayette Park, an enclave of single and two-story modernist townhouses set amid a forest of locust trees. Like hundreds of development nationwide, they were the result of post-war urban renewal. Unlike almost all of them, it has a trio of world-class designers behind it. ശ്രദ്ധിക്കുക, ആ ഭാഗം ഒന്നുകൂടി മനസ്സിരുത്തി വായിക്കുക. ലൈക്ക് ഹൺഡ്രഡ്സ് ഓഫ് ഡെവലപ്മെന്റ് നാഷൻ വൈഡ്, ദേ വേർ ദ റിസൾട്ട് ഓഫ് പോസ്റ്റ് വാർ അർബൻ റിന്യൂവൽ. പോസ്റ്റ് വാർ അർബൻ റിന്യൂവലിന്റെ ഫലമായിട്ട് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കി. പക്ഷെ അവയിൽ നിന്നൊക്കെ വ്യത്യാസപ്പെടുത്തിയത് എന്താണെന്ന് ചോദിച്ചത്, ഇറ്റ് ഹാഡ് എ ട്രയോ ഓഫ് വേൾഡ് ക്ലാസ് ഡിസൈനേഴ്സ് ബിഹൈൻഡ് ഇറ്റ്. ഇവിടെ നമ്മൾ പറഞ്ഞത് വ്യത്യസ്തപ്പെടുത്തിയത് ഇറയാണെന്ന് പറഞ്ഞു, ഇതുണ്ടായ നൂറ്റാണ്ടാന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു ട്രയോ ഓഫ് വേൾഡ് ക്ലാസ് ഡിസൈനേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ആൻസർ യെസ് ആണോ നോ ആണോ നോട്ട് ഗിവൺ ആണോ എന്നുള്ളത്. സോ നമ്മുടെ ആൻസർ നോ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 പോവുക. സിൻസ് 1962 മെനി പീപ്പിൾ ഹാവ് മൂവ്ഡ് എവേ ഫ്രം ഡെട്രോയിറ്റ്. കീവേഡ് ഐഡന്റിഫൈ ചെയ്യുക. ക്വസ്റ്റ്യനിലുള്ളത് ഐഡന്റിഫൈ ചെയ്തു എന്ന് കരുതുന്നു. കീവേഡ്സ് ഇയർ ഉണ്ട്, ഡെട്രോയിറ്റ് ഉണ്ട്. ദ കീവേഡ്സ് ആർ 1962 ആൻഡ് മൂവ്ഡ് എവേ ഫ്രം ഡെട്രോയിറ്റ്. ആളുകള് ഡെട്രോയിറ്റിൽ നിന്നും ഒരുപാട് ആൾക്കാർ പോയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പോയോ പോയില്ലയോ. ഓക്കെ, നമ്മൾ ഒറ്റ നോട്ട് തന്നെ നമുക്ക് ഇവിടെ ഇയർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഭാഗം അണ്ടർലൈൻ ചെയ്യുക. ഡെട്രോയിറ്റ് നമ്മളുടെ കീവേഡ്സ് ഏതാണ്ട് ആ ഒരു ഏരിയയിലാണ് കിടക്കുന്നത്. നമുക്ക് ആ ഭാഗം മനസ്സിരുത്തിയ ഭാഗം ഒന്ന് വായിക്കുക. 1962 on land previously occupied by a working class neighborhood. While much of Detroit began to steep decline soon after, Lafayette Park stayed afloat, its residents bucking the trend of suburban flight. Lafayette Park is one of the most racially integrated neighborhoods in the city. It is economically stable despite the fact that Detroit has suffered enormous population loss. ഇതിനകത്ത് പറയുന്നു ഡെട്രോയിറ്റിൽ നിന്നും ആളുകളൊക്കെ കുറെ പേര് പോയി. അപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് ഡെട്രോയിറ്റ് ഹാസ് സഫേർഡ് ഇനോമസ് പോപ്പുലേഷൻ ലോസ്. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക, എന്താണ് യെസ് ആണോ നോ ആണോ നോട്ട് ഗിവൺ ആണോ എന്നുള്ളത്. നിങ്ങളുടെ ആൻസർ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ആൻസർ യെസ്, ഇനോമസ് പോപ്പുലേഷൻ ലോസ് മൂവ്ഡ് അവേ ഫ്രം ഡെട്രോയിറ്റ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 3 പോകാം. നമ്മൾ നേരത്തെ 3 ഡിസൈനേഴ്സിന്റെ കാര്യം പറഞ്ഞു. അതിലെ അവരുടെ 3 പേര് ഇവിടെ ഉണ്ടായിരുന്നു. ആ ഒരു ഡിസൈനറിനെ കുറിച്ചാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3 മൈസ് ഡിസൈൻ ഇൻഫ്ലുവൻസ്ഡ് അതർ ആർക്കിടെക്ട്സ് ഇൻ ദ ഡെട്രോയിറ്റ്. ഇതിന് ശേഷമുള്ള ഏരിയ നമ്മളൊന്ന് വായിച്ചു നോക്കുക. ഈ ഡിസൈനറിന്റെ ഡിസൈൻസ് ബാക്കിയുള്ള ആർക്കിടെക്ട്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തോ ഇല്ലയോ, എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള പെട്ടെന്ന് ക്വിക്ലി നിങ്ങൾ സ്കാൻ ചെയ്ത് നോക്കുക. എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഒരു ഫേമസ് ആർക്കിടെക്ട് കാര്യം മാത്രമേ നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു ഇൻഫോർമേഷനും ഇൻഫ്ലുവൻസ് ചെയ്തോ ചെയ്തില്ലയോ എന്ന് നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ നോട്ട് ഗിവൺ. ഈ ഉള്ള സാഹചര്യത്തിലാണ് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ നമ്മളുടെ മനസ്സിലുണ്ടാവണം എന്ന് പറയുന്നതിന്റെ ആവശ്യകത. അപ്പൊ നമ്മളുടെ മനസ്സിലേക്ക് അടുത്ത ക്വസ്റ്റ്യൻ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ പെട്ടെന്ന് ക്വിക്ലി ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രീവിയസ് ആൻസറിന് ശേഷമുള്ളത് നമുക്ക് പെട്ടെന്ന് ക്വിക്ലി ഒന്ന് നോക്കാം, എന്തെങ്കിലും നമ്മൾ വിട്ടുപോയതാണോ. നമ്മുടെ അനാവശ്യമായിട്ട് സമയം വേസ്റ്റ് ആക്കുന്നത് നമുക്കിത് സഹായിക്കും. ഇനി നമുക്ക് 4th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ എക്സ്റ്റീരിയർ ഓഫ് ഈച്ച് ബിൽഡിംഗ് ഇൻ ലഫേറ്റി പാർക്ക് ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റൈൽ. കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്തു എന്ന് കരുതുന്നു.
എക്സ്റ്റീരിയർ ബിൽഡിംഗ് ഡിസ്റ്റിങ്ക്ട് സ്റ്റൈൽ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകളുടെ എക്സ്റ്റീരിയറിന് ഒരു ഡിസ്റ്റിങ്ക്ട് സ്റ്റൈൽ ഉണ്ടെന്നാണ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പെട്ടെന്ന് നോക്കാം. ഓക്കെ, നമ്മളുടെ 4th ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ബിൽഡിങ്ങിന്റെ എക്സ്റ്റീരിയറിന് ഒരു ഡിസ്റ്റിങ്ക്ട് സ്റ്റൈൽ ഉണ്ടായിരുന്നുള്ളതാണ്. നിങ്ങൾ പാസേജിലേക്ക് പെട്ടെന്ന് ക്വിക്ലി സ്കാൻ ചെയ്ത് നോക്കുക. നമ്മളിവിടെ വരെ വായിച്ചിട്ടുണ്ടെന്ന് ബാക്കിയുള്ള ഭാഗം ക്വിക്ലി സ്കാൻ ചെയ്ത് പോവുക. ഇവിടെ സംതിങ് ദേ ആർ ടെല്ലിങ് അബൌട്ട് യൂണിഫോമിറ്റി ആൻഡ് ദ ഔട്ട്സൈഡ്. സോ നമ്മൾ ഏരിയ ഐഡന്റിഫൈ ചെയ്തോളുക, അണ്ടർലൈൻ ചെയ്യുക കീവേഡ്സ്. നമുക്ക് ആ ഏരിയ ഒന്നുകൂടി വായിക്കണം. ഇനി നമ്മൾ മനസ്സിരുത്തിന്ന് വായിക്കുക. There is a kind of austere uniformity to the Lafayette Park townhouses when viewed from outside. പുറത്തുനിന്ന് നോക്കുമ്പോൾ അവർക്ക് യൂണിഫോമിറ്റി ഉണ്ടായിരുന്നാണ് പറയുന്നത്. ഇതിനകത്ത് പറയുന്നത് ഒരു ഡിസ്റ്റിങ്ക്ട് സ്റ്റൈൽ ഉണ്ടെന്നാണ് പറയുന്നത്. രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. യെസ് ആണോ നോ ആണോ നോട്ട് ഗിവൺ ആണോ എന്നുള്ളത് നോക്കുക. ആൻസർ നോ. കാരണം ജസ്റ്റ് ഓപ്പോസിറ്റ് പറയുന്നു. ഡിസ്റ്റിങ്ക്ട് സ്റ്റൈൽ ഉണ്ടായിരുന്നു, യൂണിഫോമിറ്റി ഉണ്ടായിരുന്നു. മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ 5th ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഗുഡ് ആർക്കിടെക്ചർ അലൗസ് ഇറ്റ്സ് ഓക്യുപ്പൻസ് ടു റിവീൽ ദെയർ ഐഡന്റിറ്റി. കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്ത കീവേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. ആർക്കിടെക്ചർ, ഗുഡ് ആർക്കിടെക്ചർ അലൗസ്, ഓക്യുപ്പൻസ്, ഐഡന്റിറ്റി. പെട്ടെന്ന് നമ്മൾ വായിച്ചോളുക. ഇവിടെ പാസേജിലോട്ട് വരിക. നമ്മൾ എവിടെ വരെ നിർത്തിയോ അതിന് ശേഷമുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചു നോക്കുക. ഇവിടെയാണ് നമ്മൾ നിർത്തിയത്. അതിന് ബാക്കി പെട്ടെന്ന് ക്വിക്ലി സ്കാൻ ചെയ്ത് പോവുക. കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്തു എന്ന് കരുതുന്നു. ബസ്റ്റ് ഡിസൈൻ, ബ്രിങ് ഔട്ട് ദെയർ ഓൺ. സോ നമുക്ക് ഈ ഏരിയ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കണം. Indeed, the bust design doesn't force a personality on its residents. Instead, it helps them bring out their own. Compare ചെയ്ത് നോക്കുക. സ്റ്റേറ്റ്മെന്റും പാസേജും സെയിം കാര്യമാണോ പറയുന്നത്, കോൺട്രഡിക്ടറി ആണോ? നിങ്ങൾക്കത് അസ്യൂം ചെയ്യാൻ പറ്റുന്നില്ലയോ എന്നൊന്നുകൂടി കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആൻസർ ഡിസൈഡ് ചെയ്യുക. സോ ദ ആൻസർ ഇസ് യെസ്. ഇതിനകത്ത് രണ്ടിനകത്തും സെയിം കാര്യം, രണ്ടും വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ടെക്നിക്സ് യെസ് നോ നോട്ട് ഗിവണിന്റെ. ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വെക്കുക, യെസും നോയും നോട്ട് ഗിവണും ട്രൂ ഫോൾസ് നോട്ട് ഗിവണും വ്യത്യസ്ത ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ്. ഒരിക്കലും മാറിപ്പോകാതിരിക്കുക. മാറി എഴുതിയാൽ നിങ്ങളുടെ ആൻസർ റോങ് ആയി പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാതിരിക്കാൻ ക്വസ്റ്റ്യൻ ഇൻസ്ട്രക്ഷൻ പ്രോപ്പർ ആയിട്ട് ആദ്യം തന്നെ വായിക്കുക. നിങ്ങളുടെ ഭാഗമാണ് ബാക്കി ചെയ്യാനുള്ളത്. ഇതുവരെ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന ടെക്നിക്സ് ആൻഡ് ടിപ്സ് ഉപയോഗിച്ച് നമ്മൾ ചെയ്ത പ്രാക്ടീസ് ടെസ്റ്റും മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി നിങ്ങൾ മാക്സിമം മെറ്റീരിയൽസ് കിട്ടുന്നിടത്തു നിന്നൊക്കെ സംഘടിപ്പിച്ച് ചെയ്യുക. ടെക്നിക്സ് ആൻഡ് ടിപ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഫാസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു തരുന്ന സമയത്ത് ഞങ്ങൾ സ്ലോയിലാണ് പോകുന്നത്. കാരണം നിങ്ങൾക്ക് കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഒറിജിനലി ചെയ്ത് നിങ്ങൾ ഫാസ്റ്റ് ആക്കുക. റീഡിങ്ങിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3 പാസേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 3 പാസേജിന് ആദ്യത്തെ പാസേജിനൊക്കെ നിങ്ങൾ 15 മിനിറ്റ്സ് മാത്രമേ എടുക്കാവുള്ളൂ. ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ആ ഒരു എഫിഷ്യൻസി നിങ്ങൾ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. അത്രയ്ക്കധികം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ ടെക്നിക്സ് ആൻഡ് ടിപ്സ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വരുന്ന ഫർദർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. നമുക്ക് മാക്സിമം അത് ക്ലിയർ ചെയ്ത് പോകാം. അപ്പൊ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ടെക്നിക്സ് ആൻഡ് ടിപ്സ് നന്നായിട്ട് ഫോളോ ചെയ്ത് നല്ല വിജയം കൈവരിക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.